ഉത്തരയുടെ കൊലക്കേസിന്റെ ഞാനല്ലേ സാക്ഷി, വേറെ ആരാ സാക്ഷിയുള്ളത്? പുറത്തുനിന്നൊരു സാക്ഷിയുണ്ടോ? ആരുമില്ലല്ലോ, ഞാനല്ലേ സാക്ഷി. അന്ന് ആദ്യം കാരണം ഉത്തരയുടെ മരണം നടന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ ആ റൂമിലേക്ക് വരികയാണ്. അതെ, ഭർത്താവ് തന്നെ പാമ്പിനെ വിട്ടിട്ട് ഉത്തരേനെ കടുപ്പിക്കുകയാണ്. ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചേട്ടൻ അത് ആ ഒരു ഇമ്പാക്ട്, ആ വൈബ് എങ്ങനെയാണ് ചേട്ടൻ? നെഗറ്റീവ് അല്ല, ഞാൻ കടി കിട്ടി, ആദ്യം കടി കിട്ടി. അത് ആദ്യത്തെ കടി തുടയിലാണ് കടിച്ചത്, ഫസ്റ്റ് കടി കോബ്ര. പാമ്പ് കടിച്ചതാണെന്ന് ഓൾറെഡി പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഈ കടിയുടെ പോയിന്റ് വന്നപ്പോൾ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഈ കാലിൻ്റെ പാദത്തിലെ ചൂട്, ഇതിനകത്തൂടെ കയറി വരുന്നൊരു പാമ്പ് നൈറ്റിൻ്റെ അകത്തോടെ നിന്ന് ഇവിടെ കടിക്കാനൊരു സാധ്യതയില്ല. ഈ ചൂട് ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെയൊക്കെ കടിക്കാം. അവിടെ നിന്ന് കടിക്കുക, ഇവിടെ കടിച്ചിരിക്കുന്നത്. പിന്നെ അകത്തോടെ കയറി വന്നാൽ ഈ കുട്ടി സെഡേഷനായിട്ട് ഇത് അണലിയാണ് കടിച്ചതെന്നാണ് ആദ്യം അണലിയാണ് കടിക്കുന്നത്, ഓർമ്മയുണ്ടോ? ആദ്യം അണലി ഉറക്കത്തിൽ കിടന്ന കൊതു കടിക്കുന്നത്. നമ്മൾ കാലിലെ കൊതു കടിച്ച് നമ്മൾ അനങ്ങത്തില്ലേ, മാന്തത്തില്ലേ? ഇത്രയും വലിയൊരു അണലി കടിച്ചിട്ട് ഈ കുട്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞെന്താണ്, കുട്ടി സെഡേഷൻ 6 മാസം കൊണ്ട് കുട്ടിയെ ആ ഉത്തരയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും ആരും ആദ്യം ചെവിക്കൊണ്ടില്ല. പിന്നെ ആയപ്പോഴാണ് ഇത് ലോക്കൽ പോലീസ് സ്വാഭാവികം പാമ്പടി പറഞ്ഞിട്ട് എഴുതി തള്ളി. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നില്ല, എൻ്റെ പണി ഇങ്ങനെ നടത്തിക്കൊണ്ടായിരുന്നു. അവരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു, അവിടുത്തെ പല ആൾക്കാരെയും വിളിച്ചു. ഇങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കാൻ പറയും, ഇതൊരു സ്വാഭാവിക പാമ്പടിയിലെ ഇത് കൊലപാതക ശ്രമമാണ്. അവിടെയുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു കൊലയപ്പെടുമെന്ന് പറഞ്ഞു. ഈ ക്രമം അതിനിടയ്ക്ക് അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കടി വരുന്നത്. ആദ്യത്തെ കടി 2ാമത്തെ നിലയിൽ വെച്ചാണ്. അണലിയാണ്, റസൽസ് വൈപ്പർ 2ാമത്തെ നിലയിലോ മുകളിലോ കയറിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അണലി സാവകാശം പോകുന്ന സാധനം. ഈ സാധനം ഇത്രയും 18 പടി കയറി മേളിൽ എത്തുമ്പോൾ ആരെങ്കിലും കണ്ണിപ്പെടാതിരിക്കും. താമസമുള്ള വീടാണ്, ആരും എപ്പോഴും ആളുള്ളൊരു വീടാണ്. അവിടെ 24 മണിക്കൂർ അപ്പനും അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഈ പാമ്പ് ഇവിടുന്ന് അവിടെ കയറി 1 മണിക്കൂർ മേലെടുക്കും അവിടെ എത്താനായിട്ട്. ഈ സമയത്ത് ആരെങ്കിലും കണ്ണിപ്പെടും. അപ്പോൾ ഞാനത് അവിടുത്തെ ലോക്കൽ ആൾക്കാരെയൊക്കെ വിളിച്ചു. ആ ഏരിയ ലോക്കൽ ഒരു 35 വർഷം പഴക്കമുള്ള ഒരു 60-70 വയസ്സ് 60-55 വയസ്സുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഇങ്ങനെ അണലി, അമ്മാവൻ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ അറിവിൽ നിങ്ങൾ അവിടെ അണലി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാം ഒരു ലൊക്കേഷനിൽ. ഇവരെല്ലാം ടെറിട്ടറിയിലാണ് പാമ്പെല്ലാം. അപ്പോൾ അണലിക്കൊരു ടെറിട്ടറിയം, മൂർക്കിന് വേറെ ടെറിട്ടറിയം. അണലിക്ക് കുറച്ച് ഡ്രൈ മേഖലയാണ് ഇഷ്ടം, ഡ്രൈ മേഖല. ഈ വെള്ളമുള്ള സ്ഥലത്താണ്, വെള്ളമുള്ള സ്ഥലം അവന് ഇഷ്ടമില്ല. കുറച്ചുകൂടി ഡ്രൈ ഉള്ളത് തന്നെ, വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവൻ സാധാരണ അവൻ്റെ ഷെൽട്ടറാക്കി ഇടുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇല്ല, ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ അണലിയൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് അവരെടുത്തും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത കോബ്ര ബൈറ്റ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ കടിയിൽ സംശയം തോന്നി, 2ാമത്തിൽ കുറച്ചുകൂടെ ഉറപ്പായി. 1 മാസം 2 കടി കിട്ടിയിരുന്നപ്പോൾ എനിക്ക് ഉറപ്പായി. അപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഇത് കൊലപാതകമാണ്, എനിക്ക് യാതൊരു സംശയമില്ല, കൊലപാതകം തന്നെയാണ്. ഭർത്താവാണെന്ന് എനിക്കറിയില്ല, ആ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന ആരോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ ഹൈറ്റ് ചോദിച്ചു, വെന്റിലേറ്റർ എത്ര ഹൈറ്റ് ഉണ്ട്, അവിടെ വിറക് പോലെ അടുക്കിയിട്ടുണ്ടോന്ന് എല്ലാം ഫോണിൽ കൂടി ചോദിക്കണം മറ്റുള്ള അയൽവക്കത്തുള്ളവർ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറമ്പ് ക്ലീനാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും വള്ളിപ്പടപ്പുണ്ടോ? ഉണ്ട്, വള്ളിപ്പടപ്പൊന്നുമില്ല, നല്ല നീറ്റാണ്. അപ്പോൾ അവിടെ വരാനായിട്ട് ഒരു സാധ്യതയില്ല. പിന്നെ AC റൂമാണെന്നും കൂടെ പറഞ്ഞു. AC റൂമിനകത്ത് എന്തായാലും ജനൽ തുറന്നിട്ട് ആരും കിടക്കത്തില്ലല്ലോ. അപ്പോൾ ജനൽ വഴി കയറി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്, ജനൽ വഴി കയറി. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമേ അത് കൊലപാതകം. പിന്നെ ഞാൻ വേറൊരു കൊലക്കേസിൻ്റെ സാക്ഷിയായിരുന്നു. എൻ്റെ നാട്ടിൽ സോമൻ കൊലക്കേസ് എന്നൊരു കൊലക്കേസുണ്ടായിരുന്നു. അതിൽ പ്രതികളെ ഒരു 15 ദിവസം 20 ദിവസമായിട്ടും പ്രതികളെ പിടികൂടിയില്ല. പിടികൂടായിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി കേട്ടിക്കാവ് അമ്പലത്തിൽ പോയിട്ട് രാത്രി 11 മണിക്ക് വിളക്കം കഴിഞ്ഞ് പോയ സമയത്ത് അപ്പുറത്ത് നിലാവിൽ കൂടി വരമ്പിൽ കൂടെ ഒരാൾ 2 പേരും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, അതേ ഒരാൾ എൻ്റെ കൂട്ടുകാരനാണല്ലോ, ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ബാബു അളിയാ? അപ്പോൾ അളിയാ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നീ എവിടെ പോകണം? അത് ഞാൻ അളിയൻ്റെ അടുത്തോട്ട് സോമമാമനെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിചയപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ കോവിലുണ്ടെന്ന് അവനറിയാം. അപ്പോൾ അതിലേ വരേണ്ട കാര്യമില്ല, ഇപ്പുറത്തൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഞാനിത് റിവൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പുറകിലോട്ട് പോയി. അപ്പോൾ ഇയാളെ കൊണ്ട് വേറൊരു സ്ഥലത്തൂടെ പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ അന്നത്തെ DYSP അന്നത്തെ സർക്കിള് മുഹമ്മദ് ഇക്ബാൽ, അതേമായിട്ട് അടുപ്പമുള്ള ഒരാളുടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ മരിച്ച സമയത്ത് ആദ്യം ഓടിയെന്ന് എന്നോടാണ് പറഞ്ഞത്. രാവിലെ 7-7:30 ഓടിയെന്ന് പറഞ്ഞ് അളിയാ സോമ മരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഓടി അങ്ങ് പോകണം. അപ്പോൾ ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ച പുള്ളിയുടെ ഷർട്ടിൻ്റെ പുറകിൽ ഒരു ചെളിയുടെ പാട് കണ്ടതുപോലെ എനിക്ക് തോന്നി. ഷർട്ടിൻ്റെ ചെളിയുടെ പാട് കണ്ടതുപോലെ പുള്ളി ഓടിപ്പോൾ എല്ലായിടത്തും പറഞ്ഞു. പുള്ളി അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ആ മരിച്ച വീട്ടിൽ ബോഡി കൊണ്ടുവരുന്നതിന് മുന്നേ മൂലയിൽ പോയി ഇരിക്കുന്നു, ബീഡി വലിക്കുന്നു, കളയുന്നു, വീണ്ടും വലിക്കുന്നു, കളയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് പിന്നെ അന്ന് മരിച്ച് അടക്കമോ കഴിഞ്ഞ സമയത്തും പുള്ളി ആദ്യത്തെ കഞ്ഞി കുടിച്ച പുള്ളിയാണ്, ആക്ഷൻ കൗൺസിൽ ആദ്യം ഒപ്പിട്ട പുള്ളിയാണ്. അപ്പോൾ ഞാൻ ആ പുള്ളി സർക്കിളിനോട് തന്നെ വിളിച്ചു, സാറേ ഇന്ന ആളിനെ എടുത്തോളാൻ പറഞ്ഞു, അവരെ കയ്യിൽ അറിയാതെ നടക്കൂലെന്ന്. എടുത്തപ്പോൾ കറക്റ്റാണ് പറഞ്ഞ് അവരായിരുന്നു 9 കുത്തുണ്ടായിരുന്നു. ഞാനായിരുന്നു ബോഡിയൊക്കെ എടുത്ത് കിടത്തിയതും ബാക്കി കലയെല്ലാം ഞാൻ. അപ്പോൾ അതിനും സാക്ഷി ഞാനായിരുന്നു. പക്ഷെ അത് ജീവപര്യന്തം കിട്ടേണ്ടതാണ്. പിന്നെ അത് രാഷ്ട്രീയ ഇടപെടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് വെറുതെ വിട്ടു കേസ്. അല്ല, ഇത്രയൊക്കെ പറയുമ്പോഴും
പാമ്പ് കടിയേറ്റ് ലൈവായിട്ട് ഒരാൾ മരിക്കുന്നത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ സുരേഷ് ചേട്ടന്? പിന്നെ ആണല്ലേ? സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു പാമ്പ് പിടുത്തക്കാരൻ നമ്മുടെ മംഗലാപുരത്ത് വെച്ച് കടിയേറ്റ് അദ്ദേഹം പാരിപ്പള്ളി ESIയിൽ മരിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന് കയറിക്കുന്ന പുള്ളി മരിച്ചു, ബോഡി ചൂടുണ്ട്, അപ്പോഴത്തേക്ക് വന്നു. അതുപോലെ ഞാൻ കിള്ളിപ്പാലത്ത് വനം വകുപ്പിൻ്റെ ഒരു വാച്ചർ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു, ഷിബു. അപ്പോഴും ഞാൻ ICUയിൽ കയറി കണ്ടതാണ്. അവർ കണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് പുള്ളി മരണപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് ഈ 2 മാസങ്ങൾക്ക് പിന്നെ കോരാണിയിലൊരു അമ്മ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വാർഡിൽ വന്ന അമ്മയെ ഞാൻ കാണാൻ ചെല്ലുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ വെച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വാർഡിൽ വന്ന അമ്മയ്ക്ക് ഈ അവസ്ഥയോ? അപ്പോൾ ഞാൻ ആ എൻ്റെ കൂടെ വന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഈ അമ്മ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞു. അമ്മ രാത്രി മരിച്ചു. ഞാൻ ഇങ്ങനെ ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് പ്രേം സലീം എന്നുണ്ട് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ, കല്ലമ്പലത്തുള്ളത്. പുള്ളി ഒരു 10 മണിക്ക് എന്നെ വിളിക്കുന്നു, സുരേഷ് എനിക്ക് വീട്ടിൽ പോകണം. പുള്ളി പാമ്പ് കടിയിട്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ സുരേഷ് എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ചേട്ടാ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൊബൈൽ അടുത്താളുടെ കൊടുക്കാൻ പറഞ്ഞു. കൂടെ ഇരിക്കുന്നതിൻ്റെ മൊബൈൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സവര പുള്ളിയെ വിടരുത്, പുള്ളി ഇന്ന് രാത്രി മരിക്കുമെന്ന് പറഞ്ഞു. പുള്ളി രാത്രി മരിച്ചു. അപ്പോൾ എന്താ പറയുക, ആ ഒരു അവസ്ഥ അവസാനത്തെ ആ കോള് വരുന്നത്, ഞാൻ ഇതൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിയുടെ അപ്പോഴത്തെ ഫീലിംഗ്, പുള്ളി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, വീട്ടിലേക്കല്ല യാത്രയാണുള്ളത്. അപ്പോൾ പുള്ളി യാത്രയായി. ആ അമ്മ അതുപോലെ അമ്മ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടി, അമ്മ ഇന്ന് രാത്രി യാത്രയാവും. അമ്മ യാത്രയായി. അല്ല, ഇത് നേരത്തെ ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു, ഈ ആൾക്കാർ വരുമ്പോൾ ഒരു പാമ്പ് കറക്റ്റായിട്ട് മുകളിലേക്ക് കയറി വരിക, ആ വീട് വിൽക്കാൻ പറ്റുന്നില്ല. അതെ. ഇത് പലരും പറയും അതിലെന്താ സയൻസ് ഇല്ല, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം പാമ്പിന് ഈ പറഞ്ഞ മാതിരി വേറെയുള്ള ഗന്ധം. എൻ്റെ ഞാൻ പറയുന്നത് പാമ്പിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും ഒരുത്തിനും അറിഞ്ഞുകൂടാ. പാമ്പിനെ പഠിക്കാൻ ശ്രമിക്കാറില്ല ആരും. പിടിക്കുന്ന പാമ്പിനെ 10 വരെ മുന്നിൽ ഷോ കാണിക്കുന്നു, എവിടെയും കൊണ്ട് തുറന്നു കൊടുക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ പിടിച്ച് കുറേ നേരം എൻ്റെ കയ്യിൽ വെച്ച് കളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പാമ്പിനെ വിടാറുള്ളൂ. അപ്പോൾ അതിന് അവരുടെ ചേഷ്ടകൾ ഓരോന്ന് ഇപ്പോൾ നമ്മൾ പണ്ട് എഴുതിയ ബുക്കുകൾ മാത്രമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പുതിയ ബുക്സ് ഒന്നും ഇല്ല, ഒരു ജീവികളെക്കുറിച്ചും ഇല്ല. ഇപ്പോൾ കടുവയുടെ സെൻസസ് കിടക്കുന്നു. കടുവ വരുമോ? ഞാൻ മണിക്കുട്ടൻ കടുവ ഇഞ്ഞ് വാ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് കടുവ വന്ന് സെൻസസിന് നിന്ന് കൊടുക്കുമോ? പണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഇന്ന് 450 കടുവയുണ്ട്. ആ 450 എൻ്റെ ഫുട് പ്രിൻ്റ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായില്ല, അപ്പോൾ 20 എണ്ണം കൂടി കാണും. ഇതാണെന്ന് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. കടുവ ഇല്ലാത്ത സ്ഥലത്ത് സെൻസിങ്ങിന് പോയി, അല്ല സെൻസസിന് എനിക്ക് ചിരി വന്നു. പൊന്മുടിയിൽ കടുവയുണ്ടോ? അവിടെ സെൻസസിന് പോയ 3 വരെ കാണാനില്ല, ഒരു ലേഡി വനം വകുപ്പുകാരെയും കാണാനില്ല, 2 വാച്ചർമാരെയും കാണാനില്ല. അന്ന് പത്രത്തിലൊക്കെ വാർത്ത കണ്ടില്ലേ നിങ്ങൾ? കടുവയില്ലാത്ത സ്ഥലത്ത് സെൻസിങ്ങിന് പോയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകണത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ